ഇന്ത്യ സന്ദർശിച്ച സെയ്ഷൽസ് പ്രസിഡന്റ് രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ അത്താഴ വിരുന്നിലെ വിഭവങ്ങളാണ് ഇപ്പോൾ എക്സിലെ ചർച്ചാ വിഷയം. കേരളത്തിലേതുൾപ്പെടെ പ്രാദേശിക രുചികൾ എന്ന പേരിൽ വിളമ്പിയ പല വിഭവങ്ങളും ഇതുവരെ കേൾക്കാത്തവയാണ്. ഇന്ത്യയിലെത്തുന്ന വിദേശ നേതാക്കൾക്കൊരുക്കുന്ന വിരുന്നിൽ ഇപ്പോൾ സസ്യാഹാരം മാത്രമാണ് വിളമ്പുന്നത്. സെയ്ഷൽസ് പ്രസിഡന്റ് പെട്രിക് ആർമെനി ഇന്ത്യയിലെത്തിയപ്പോഴും പ്യുവർ വെജിറ്റേറിയൻ മെനുവാണ് ഒരുക്കിയത്. ഇന്ത്യ സെയ്ഷൽസ് നയതന്ത്ര ബന്ധം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി 5 തീരദേശ സംസ്ഥാനങ്ങളിലെ രുചികൾ സമന്വയിപ്പിച്ച് അല്പം വെറൈറ്റി മെനുവാണ് പരീക്ഷിച്ചത്. കേരളം, കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ വിഭവങ്ങളെന്ന പേരിൽ അവതരിപ്പിച്ചത് ഇതൊക്കെയാണ്. പനീർ തെളിച്ചേരി, മത്തങ്ങ തേങ്ങാ സൂപ്പ്, ചെറിയ ഇടിയപ്പത്തിനൊപ്പം കറിവേപ്പില എണ്ണ, സാലഡ് വിഭാഗത്തിൽ കേരളത്തിലെ ചക്കയും വാഴക്കൂമ്പും കമ്പിൽ നിറച്ചു വേവിച്ചത്. കൊടംപുള്ളി നീരും കരിമ്പും ചേർത്താണ് ഈ സാലഡ് കഴിക്കേണ്ടത്. ചേന പച്ചക്കായ തോരനുണ്ട്. മജ്ജികഹൂളി പോലെ കർണാടകയിൽ നിന്നുള്ള ചില ഭക്ഷണങ്ങളുമുണ്ട്. തോരൻ മുതൽ ഒരുവിധം എല്ലാത്തിനും കോംബോ നമ്മുടെ സ്വന്തം മലബാറി പൊറോട്ടയാണ്. മലബാർ മേഖലയിൽ നിന്നുള്ളതാണ് എന്ന് പറയുമ്പോഴും ഇങ്ങനൊരു കോംബോ മുൻപ് നമ്മളാരും കേട്ടിട്ടില്ലല്ലോ എന്നാണ് മലയാളികളുടെ അതിശയം. തലശ്ശേരിക്കാർക്ക് ഒട്ടും പരിചയമില്ലാത്ത പനീർ തലശ്ശേരി കേരളത്തിലെ എരിവുള്ള പനീർ എന്നാണ് വിരുന്നൊരുക്കിയവരുടെ വിശദീകരണം. എന്നാൽ പനീർ തെളിച്ചേരിയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരിഹസിക്കുകയാണ് ചിലർ. ദൈവത്തെ ഓർത്ത് എന്താണ് ഈ പനീർ തെളിച്ചേരി എന്ന് പറയണമെന്ന് എക്സിൽ ചോദ്യം. തലശ്ശേരിയിലെ പൂർവികർ കുഴിമാടത്തിൽ നിന്ന് എണീറ്റ് വരുമെന്ന് കമന്റ്. ഇത്തരം ഭക്ഷണം കൊടുത്താൽ എല്ലാ നയതന്ത്ര ബന്ധവും വിച്ഛേദിക്കുമെന്നും മറ്റൊരു പരിഹാസം. രുചികരമായ സസ്യേതര ഭക്ഷണങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് ഈ പരീക്ഷണമെന്നാണ് നയതന്ത്ര വിദഗ്ധർ പോലും ചോദിക്കുന്നത്. ഇന്ത്യയുടെ നയതന്ത്രം തകർന്നതിന്റെ പ്രധാന കാരണം ഇത്തരം ഭക്ഷണമാണെന്ന് വരെ പോകുന്നു ചിലരുടെ വിമർശനം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.